തിരുവനന്തപുരത്തെ രണ്ടാമത് മെഡിക്കൽ കോളേജിന് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം മെഡിക്കൽ കോളേജിനോട് തന്നെ കിടപിടിക്കുന്ന ജനറൽ ആശുപത്രി അടക്കമാണ് മെഡിക്കൽ കോളേജായിട്ട് മാറുന്നത്. അവിടെയാണ് കെ മുരളീധരൻ എന്ന മന്ത്രിയുടെ തന്റേടവും ഭരണത്തിലെ കഴിവും വ്യക്തമാകുന്നത്. അതായത് കഴിഞ്ഞ ഭരണത്തിൽ മന്ത്രിയായിരുന്ന വീണ ജോർജ് അലംഭാവം കാണിച്ച അതേ ആശുപത്രിയിലാണ് മുരളീധരൻ ഇപ്പോൾ വലിയ വിപ്ലവം തീർക്കുന്നത്. മരുന്ന് പോലും നേരാവണ്ണം നൽകിയില്ല. രോഗികൾ ദിവസം തോറും കൂടുന്നുണ്ടെങ്കിലും ഒരു സൗകര്യം കൂടുതലായി ഒരുക്കിയില്ല. എന്നാൽ ഇന്നത്തെ ആരോഗ്യമന്ത്രി പുതിയ മെഡിക്കൽ കോളേജ് സൗകര്യത്തിൽ തലസ്ഥാനത്ത് പരിപാടി തുടങ്ങുകയാണ്. അതും സ്വന്തം പിതാവിന്റെ നാമധേയത്തിൽ. അതിൽ നിന്നും മാത്രം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇത് ഈ സംസ്ഥാനത്ത് എന്നല്ല, ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന മെഡിക്കൽ കോളേജ് ആയിരിക്കും എന്നുള്ളത്. കാരണം മുരളീധരൻ കെ കരുണാകരന്റെ പേര് ആ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ നമ്പർ 1 ആക്കാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകും. ഇന്ന് കാണുന്ന കേരളം തന്നെ ഒരർത്ഥത്തിൽ കരുണാകരന്റെ കൂടി സൃഷ്ടിയാണ്. അപ്പോൾ വീണ ജോർജ് എന്ന മന്ത്രിക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാകും അത്. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഇത്രയധികം തകർത്തു കളഞ്ഞ മറ്റൊരു ആരോഗ്യമന്ത്രിയും ഉണ്ടാകില്ല. അതിൽ നിന്നും മോചനം നേടാൻ, അതുപോലെ നഷ്ടപ്പെട്ടു പോയ ആ നല്ല പേര് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് കെ കരുണാകരനെ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. തരിപ്പണമായി കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് കെ മുരളീധരൻ പണി തുടങ്ങിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തലസ്ഥാനത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം. കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് അഥവാ KKMM എന്ന് നാമകരണം ചെയ്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തിരുവനന്തപുരത്തെ രണ്ടാം മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇതിന് എസൻഷ്യലിറ്റി സർട്ടിഫിക്കറ്റ് ഓഫ് അണ്ടർടേക്കിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വകുപ്പിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കുമ്പോൾ സ്ഥാപനത്തിന് പേര് നൽകണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പേരിട്ടത്. ജനറൽ ആശുപത്രി, തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവ യോജിപ്പിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു ഇങ്ങനെയൊരു ആശയം കൊണ്ടുവന്നത്. അതാണിപ്പോൾ ലീഡർ കെ കരുണാകരന്റെ പേരിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഏതായാലും വീണ മന്ത്രി ചെയ്തതുപോലെയുള്ള ആശുപത്രിയെ പോലെയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. മരുന്നില്ലാതെയും ലിഫ്റ്റില്ലാതെയും കിടക്കാൻ ഇടമില്ലാതെയും നശിപ്പിക്കുകയല്ല, മറിച്ച് ഒരു മെഡിക്കൽ കോളേജിന് പുറമെ രണ്ടാമതും ഒരു മെഡിക്കൽ കോളേജിലും തുടങ്ങുകയാണ്. തിരുവനന്തപുരം പോലെയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതിനും അപ്പുറം എന്താണ് വേണ്ടത്? ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന യഥാർത്ഥ വസ്തുത തിരിച്ചറിഞ്ഞ ഒരു സർക്കാരും മന്ത്രിയും നൽകിയ സമ്മാനത്തിൽ അതിയായ സന്തോഷത്തിലാണ് തലസ്ഥാന ജില്ല. അതിനെല്ലാം അപ്പുറത്ത് ഏതൊരു മുഖ്യമന്ത്രിയെ എടുത്തു നോക്കിയാലും അതിൽ കേരളത്തിന്റെ വികസന ശില്പി എന്നടയാളപ്പെടുത്തിയ കെ കരുണാകരന്റെ നാമധേയം കൂടിയാകുമ്പോൾ അത് തിരുവനന്തപുരത്തിന് ആരോഗ്യമുള്ള ഒരു സമ്മാനം തന്നെയാണ്.